ഒക്കെ തീർന്നു. പക്ഷെ നിങ്ങൾ ആചാരെ കണ്ടില്ലല്ലോ. അത് ശരിയാ, അവനെ കണ്ട കള്ളന്റെ ലക്ഷണം ഉണ്ടെങ്കിലും ആ പക്ഷേ ഇയാൾ ഇവിടെ പോയി കിടക്കുന്നു. എവിടായിരുന്നു ഹാജാരെ? അതിന്റെ ഭർത്താവെന്നും പറണ്ട സാറേ, നമുക്ക് അവിടെ അല്ല അവിടെ ആന വന്നോ? അല്ല പുല്ലേ, എവിടെ നോക്കിയാലും മനുഷ്യന്മാരാ. നമ്മളെ എവിടെ കുത്തിർന്നാലും ആൾക്കാരെ നോക്കും. നമ്മളെന്താണ് ഇതേ തൃശ്ശൂരാണേ, തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം. നമ്മക്ക് ഒഴിവാക്കണ്ടെന്ന് അതൊക്കെ പിന്നെ കേറാൻ നോക്കി നമ്മൾ പറ്റത്. ഓരോ എപ്പിസോഡിലും ഓരോ ഡ്രസ് മാറി മാറി ഉടുക്കേണ്ടല്ലേ? പറ്റില്ല. ഒരു എപ്പിസോഡിൽ ഇട്ട ഡ്രസ്സുകൾ വേറെ എപ്പിസോഡിൽ ഇടാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ എലിമിനേഷൻ കൂടി നടന്നു കഴിയുമ്പോ ബാക്കിയുള്ള 8 സെന്റ് വീഡിയോ അങ്ങ് വിൽക്കാം. പിന്നെ നിങ്ങൾ ഇവിടെ കിടക്കുവന്നോ? നിങ്ങളങ്ങ് പോര്. ഒരു വർഷത്തേക്ക് വീടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. പിന്നെ രൂപ തികയാതെ വന്നാലോ അതിന് മൂന്നാമത്തെ എലിമിനേഷൻ കഴിയുമ്പോ കിട്ടുന്ന പേപ്പർ ബാങ്ക് കൊടുത്താൽ ലോൺ കിട്ടും. ഒന്നുമില്ല ഇവിടെ. പിന്നെ മൂന്നാമത്തെ എലിമിനേഷൻ കൂടി കടന്നു കഴിയുമ്പോ കിട്ടുന്ന പേപ്പർ ബാങ്ക് കൊടുത്താൽ ലോൺ കിട്ടും മനുഷ്യ. അതൊക്കെ ചാനലുകാർ അറേഞ്ച് ചെയ്ത് തരും. ഞാൻ വിളിക്കാം. അപ്പൊ ഇങ്ങ് വണ്ടി കയറിയാ മതി. അതുവരെ വെറുതെ നിൽക്കൊന്നും വേണ്ട. എവിടെയെങ്കിലും പോയി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്ക്. എല്ലാവരും SMS അയക്കാൻ പറഞ്ഞേക്ക്. ശരി. ഈ വീടും പറമ്പും വെക്കണ കാര്യം ഈ കുന്തർത്താന്ന് കൂടെ പറഞ്ഞിട്ടേ വീടും പറമ്പും കുട്ടികൾ വയ്യാതാരാവില്ലെന്ന്. ഒന്നാം സമ്മാനെ 50 ലക്ഷം ഫ്ലാറ്റ്. അല്ല ചേച്ചി. ചേച്ചിയോ? ആട്ടെ ചേച്ചി. ഞാൻ പറഞ്ഞില്ല എന്നെ ചേച്ചി വിളിക്കരുത്. എനിക്കത്ര പ്രായമൊന്നുമില്ല. അല്ല പിന്നെ ഒന്നാം സമ്മാനം ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അതിനെന്താ സാറേ, ഇതിലൊന്ന് കേറി കിട്ടിയ പിന്നെ രക്ഷപ്പെട്ടു. ടിവിയിലൊന്ന് മുഖം വന്നോ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. സാറേ വീടും പറമ്പും വെച്ച നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളൊന്ന് പോയി പാറ്റിട്ടാണ്. അതെ പെട്ടെന്ന് വന്നോളേ. എടാ ഇങ്ങോട്ട് കേറി വാടാ. എടി ഇങ്ങോട്ട് ഇറങ്ങി വാടേ. അതിനകത്ത് എങ്ങനെ നിൽക്കുക. എടാ പാട്ട് പാടടാ. ഇവിടെയോ? ഇത് റോഡല്ലേ? ഇപ്പൊ വേണ്ട. വേണ്ട. വീടും പറമ്പും വിറ്റിട്ട് വരുന്ന മറന്നില്ലല്ലോ. പാടാ. മതി മതി. ഇനി സംഗതി പാടാ. എടി നോക്കി നിൽക്കാതെ ആരടി.
എവിടെ ചെന്ന് സാറേ ഇങ്ങളൊന്ന് നോക്കി നോക്കി അവിടെ പഠിച്ചോനെ എങ്ങനെ പറഞ്ഞ മച്ചന്മാർക്ക് ഇതാണോ പ്രേതം? ഹാജര്, ഇതാണ് പ്രേതം. ഇത് നടന്നാണല്ലോ വന്നത്. പ്രേതമൊന്നുമല്ല. പിന്നെ ഹാജര് പറഞ്ഞതോ? എന്നെ പേടിപ്പിച്ചു. എന്താ ഹാജരെ നിങ്ങൾ പറയണ പ്രേതാണ് കൊച്ചു പറയണ നിങ്ങൾ പേടിപ്പിച്ചെന്ന് ഓളെ നമ്മളെ പഠിപ്പിച്ചത് എടി ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇനി പറ എന്താ പ്രശ്നം സത്യമായി പറയണം പറ സാറേ നമ്മള് കുറ്റിരിക്കാൻ വേണ്ടി പോയത് ഒരു കുറ്റിച്ചേണ്ട മുമ്പിലാ എന്നിട്ട് നമ്മളോട് കൂട്ടിയിരുന്നത് ഉള്ളൊരു അലച്ചലോള് നേരാണോടി അതെ. ഈ സമയത്ത് വെളുത്ത് തൊടുന്നത് എന്തെടുക്കായിരുന്നു അവിടെ? അല്ല സാറേ എവളെ കണ്ടിട്ട് ഒരു സീരിയൽ പ്രേതം പോലുണ്ട് അത് ശരിയാ സാറേ, ഒരു സീരിയൽ പ്രേതം പോലെ ഉണ്ട്. ആ കുറ്റിക്കാട്ടിൽ എന്തായിരുന്നു പരിപാടി സാറേ, അവിടെയല്ലേ ഞങ്ങളെ രഹസ്യസീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കാം. അതിനകത്ത് പുതിയ പ്രേതം ഞാനാ. അത് ശരി അപ്പൊ ഷൂട്ടിങ്ങിൽ നിന്ന് ഓടിപ്പോന്നതാണല്ലേ ഏയ്, ഷൂട്ടിംഗ് ഓടിപ്പോന്നൊന്നല്ല. എന്നെ അവിടെ നിർത്തിയിട്ട് ക്യാമറമാനും ഡയറക്ടറും ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പോയി. അപ്പോഴാ ഇങ്ങേര് വന്ന് എന്നെ പേടിപ്പിച്ചത്. എന്താ ഹാജരെ കുട്ടി എന്തിനാ അവിടെ ഓടിപ്പോന്നത്? പേടിച്ചതാ. കുട്ടി എന്തിനു പേടിക്കണം? കുട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രേതമല്ലേ, പിന്നെ കുട്ടി എന്തിനു പേടിക്കണം? പഠിച്ചോനെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പേടി വെച്ചാൽ ബാക്കില്ല. പിടിച്ചോണ്ട് പോടോ ആ റോഡ് ക്ലിയർ ആയി എല്ലാരും വേഗം കയറ് കേറ് വേഗം. നമ്മൾ ദുഞ്ഞാവിൽ ഇങ്ങനെ പേടിച്ചു. കേറാ. വണ്ടി പോയി നമ്മളിങ്ങനെ പേടി വെച്ചാൽ ബാക്കില്ല. കുഞ്ഞാടുകളെ, മത്തായിയുടെ സുവിശേഷത്തില് 6-ാം അധ്യായത്തില് 10 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഒന്നില്ലാത്തവൻ ഒന്നുള്ളവന് കൊടുക്കട്ടെ, നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറു കരണം കാണിച്ചു കൊടുക്കുക. സ്വസ്ത്രം. ആമേൻ.